അനസ് യൂസഫ് യാസിനും കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അനസ്, ഇതിനകത്ത് ചെലവ് വന്ന നിർമ്മാണ തുകയുടെ 1% സെസ്സായി പിരിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ 1% കണക്കാക്കുന്നതിനുള്ള ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവർ വന്ന് തന്നെ അളക്കുന്നു, അളവനുസരിച്ച് ലേബർ ഓഫീസിൽ നിങ്ങൾക്ക് നിർമ്മാണ ചെലവ് ഇത്രയായി എന്നവർ ഇങ്ങോട്ട് പറയുകയാണ്, അതോ നിങ്ങൾക്ക് വന്ന നിർമ്മാണ ചെലവ് നിങ്ങൾ അവിടെ സമർപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് അവർ എടുക്കുകയാണോ ചെയ്യുന്നത്? എങ്ങനെയാണത് രീതി? എങ്ങനെയാണ് ഇത് ആക്ച്വലി ചെയ്യുന്നത്? KBT എന്നൊരു ടാക്സ് ഉണ്ട്, സർക്കാരിൽ കിടക്കുന്ന KBT ടാക്സ് ഉണ്ട്. അതിനുവേണ്ടി വില്ലേജ് ഓഫീസിൽ നിന്നും തഹസിൽദാരുടെ മറ്റു നിന്നാണ് അളക്കുക. ആ അളവിനെ അതിൽ വരുന്ന അളവുണ്ടല്ലോ, പ്രിന്റ് ഏരിയ, ആ പ്രിന്റ് ഏരിയക്ക് ഇവരുടെ കയ്യിൽ ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് പ്രകാരം ഉള്ള എമൗണ്ട് വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോ നിലവിൽ പിരിച്ചുകൊണ്ടിരിക്കുന്നത് 100 സ്ക്വയർ മീറ്റർ വരെ പാർപ്പിട ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾക്ക് 100 സ്ക്വയർ മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് 7050 രൂപ ഒരു സ്ക്വയർ മീറ്ററിന്, അഥവാ 10.76 സ്ക്വയർ ഫീറ്റിന് 7050 രൂപയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കുന്നത്. അത് അതിന്റെ താരിഫ് പ്രകാരം 101 മുതൽ 200 വരെ 9350, 201 മുതൽ 300 വരെ 11,000, 301 മുതൽ 400 വരെ 13,050, 400 മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് 18,250, 260. അങ്ങനെ അത് ഈ പറഞ്ഞതൊക്കെ പാർപ്പിട ആവശ്യങ്ങൾക്ക് കെട്ടിടങ്ങൾക്കാണ്. അതിനേക്കാൾ 10% കൂടുതലാണ് കമേഴ്സ്യൽ ബിൽഡിങ്ങിന് ഇവര് റേറ്റ് കണക്കാക്കുന്നത്. സാധാരണ കമേഴ്സ്യൽ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഈ പാർപ്പിട ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കുന്ന ബിൽഡിങ്ങിനേക്കാളും ഒരു 20 മുതൽ 30% വരെ കോസ്റ്റ് കുറവാണ് വരിക. ഇപ്പോ നമ്മളുടെ അറിവുള്ള കേസില് 400 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള 4000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ കെട്ടായതുകൊണ്ട് അവര് 18,260 പ്ലസ് അതിന്റെ 10% കൂടി വരുമ്പോ 19,800 രൂപയോളം ഒരു സ്ക്വയർ മീറ്ററിന്, അഥവാ ഒരു സ്ക്വയർ ഫീറ്റിന് 1,800 രൂപയാണ് ചാർജ് ചെയ്തത്. അത് 2017 ഉണ്ടാക്കിയ കെട്ടിടമാണ് കേട്ടോ. ഈ കെട്ടിടം 2017 ഉണ്ടാക്കിയതാണ്. 2017 ഉണ്ടാക്കിയ കെട്ടിടത്തിന് ഈ 2024 അവർക്ക് നോട്ടീസ് വരുന്നത് കക്ഷിക്ക്. ഇതിപ്പോ നേരത്തെ തന്നെയുള്ള നിയമമാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴാണ് ഈ പിരിവിൽ കുറെ കൂടി ഒരു കർശനമായ വ്യവസ്ഥ കൊണ്ടുവന്നതെന്ന് തോന്നുന്നു അല്ലേ? അത് പിരിവില് ഇപ്പോഴാണ് സർക്കാർ 2012, 13, 2009 ഉണ്ടാക്കിയ കെട്ടിടങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു നോട്ടീസ് അയക്കുന്നത്. നിയമം നേരത്തെ ഉണ്ട്, 1998 നിയമമാണ്. 98 ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫണ്ട് ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം ഉണ്ടാക്കിയ കെട്ടിടങ്ങൾക്ക് പലതും 7 വർഷം, 8 വർഷം, 10 വർഷം കഴിഞ്ഞിട്ടാണ് അതിന് ഇവര് ഇപ്പോ സെസ് പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ആക്ച്വലി ഇപ്പോ കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ 2017 കമേഴ്സ്യൽ കെട്ടിടം നിർമ്മിക്കാൻ സ്ക്വയർ ഫീറ്റിന് 1000 രൂപ താഴെ ചെലവ് വരുള്ളൂ. 950 രൂപ ചെലവ് വരുള്ളൂ. മാത്രമല്ല, സ്വാഭാവികമായിട്ടും കെട്ടിടം നിർമ്മിക്കുമ്പോൾ ഏരിയ കൂടുന്തോറും നിർമ്മാണ ചെലവ് കുറയുകയും ചെയ്യാം. പക്ഷെ സർക്കാരിന്റെ കണക്കിൽ ഏരിയ കൂടുന്തോറും 100 സ്ക്വയറിന്റെ കെട്ടിടത്തിന് 400 സ്ക്വയർ മുകളിൽ വരുമ്പോൾ ഏകദേശം ഇരട്ടിയാണ് അവര് അസസ് ചെയ്യുന്നത്. അത് വലിയ കൊള്ളയാണ് ആ കാര്യത്തിൽ നടത്തുന്നത്. വലിയ കൊള്ളയാണെന്നാണ് അങ്ങ് പറയുന്നത്. നന്ദി. അബ്ദുള്ള തരകൻ, കെട്ടിട ഉടമ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അബ്ദുള്ള തരകൻ, താങ്കൾ സെസ് അടച്ച ഒരാളാണോ? എത്രയാണ് താങ്കൾക്ക് അടക്കേണ്ടി വന്നത്? ഇതിനകത്തൊരു കൊള്ളയാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു വിമർശനം. എങ്ങനെയാണ് ഇതൊരു കെട്ടിട ഉടമകൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നത്? പ്രയാസം സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാല്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 10-36 വർഷം പ്രവാസിയായിരുന്നു. അപ്പൊ അതില് നമ്മൾ അത്രയും കാലം കഷ്ടപ്പെട്ട് സ്വരൂപിച്ച കാശ് കൊടുത്തിട്ട് ഇവിടെ നമ്മളൊരു ജീവിതമാർഗം എന്നുള്ള ആൾക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയതാണ്. അപ്പൊ അന്ന് എനിക്കൊരു 1.5 കോടി പരവക അപ്പുളപ്പുളൊക്കെ ആയിട്ട് ചെലവായിട്ടുള്ളൂ. അതിനിപ്പോ ഇവരെ എസ്റ്റിമേറ്റിൽ 3ന്റെ പുറത്തെന്തോ ആണ് അവർ എസ്റ്റിമേറ്റ് ഇട്ട് 3,10,000 റുപ്യ ലേബർ സെസ് അടക്കണം എന്ന് എനിക്ക് നോട്ടീസ് വന്നു. ഞാൻ അപ്പൊ അതിന് ഒരു ഗഡു അടച്ചു. 60,000 ഞാൻ അടച്ചു. കാരണം അടക്കല്ല, മറ്റു മാർഗങ്ങളൊന്നുമില്ല. അത് അല്ലെങ്കിൽ നിങ്ങൾ വൈകിയ ഫൈനാവും, പലിശ വരുമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ എന്നാല് വേറെ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്ത് തരാന്നപ്പോ 5 ഗഡു ആക്കി തരാറുണ്ട്. അങ്ങനെ ഇപ്പൊ ഒരു ഗഡു ഞാൻ അടച്ചിട്ടുണ്ട്. പിന്നെ ഗവൺമെന്റിന്റെ ഓർഡറാണ് അടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അടക്കല്ല മാർഗമല്ലല്ലോ. അല്ലെങ്കിൽ അവർ മറ്റു മാർഗത്തിലൂടെ നമ്മളെ അടുത്തുന്നത് ഈടാക്കും. അപ്പൊ നമുക്ക് അതിലേറെ നഷ്ടം വരും എന്നുള്ള പേടികൊണ്ട് ഞാൻ ആദ്യം ഒരു ഗഡു അടച്ചു. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത്
ഇവർ ചെയ്യുന്നത് വലിയ അനീതിയായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഈ ബിൽഡിംഗ് കയറ്റി തരുന്ന ഒരു ടൗണിലല്ല, ഇവിടെ ടൗൺ ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോഴും ഒരു ചെറിയ സ്ഥലത്തല്ല, ഇവിടെ കാരക്കുന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഈ ബിൽഡിംഗ് വെച്ചിട്ടുള്ളത്. ഞാൻ വെക്കുന്ന സമയത്ത് ഇവിടെ ആകെ 1-2 ബിൽഡിങ്ങേ ഉള്ളൂ. ഒരു 4-5 വർഷം ആയതിനു ശേഷമാണ് അതിൽ ആൾക്കാരൊക്കെ കച്ചവടങ്ങളൊക്കെ ആയിട്ട് വരാൻ തുടങ്ങിയത് തന്നെ. അപ്പൊ അതുവരെ ഞാൻ ഇതിന്റെ ടാക്സും നീതിയും എല്ലാതും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പഞ്ചായത്തില് ഓരോ വർഷം 5% തോതിൽ അത് അവർ വേറെ കൂട്ടുന്നുണ്ട്. കുറച്ച് ഏരിയ കാർ പാർക്കിങ്ങും ഇതെല്ലാം കൂടി കൂട്ടിണ്ടാക്കിയപ്പോ കുറച്ച് ഏരിയ കൂടി. അതിനിപ്പോ ലക്ഷറി ടാക്സ് പറഞ്ഞത് വേറെ വില്ലേജിൽ അടക്കണം. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്നത് ഏകദേശം ഒക്കെ അവർക്ക് കൊടുക്കാനേ ഉള്ളൂ ഇപ്പോ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ അതിലെന്തെങ്കിലും ഗവൺമെന്റ് ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ട് ഇതില് ഈ ഓരോ ടൗണിന്റെയും അതേമാതിരി വരുമാനത്തിന്റെ ഒക്കെ ഇത് കണക്കിലെടുത്തുകൊണ്ട് ഈ വരുമാനം കുറഞ്ഞ ഏരിയയിലൊക്കെ ഉള്ള ബിൽഡിങ്ങിന്റെ ഓണേഴ്സിനൊക്കെ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു നല്ല തീരുമാനത്തിൽ എത്തണം എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ശരി.